അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ പുഴമ്പുറത്താണ്. പുഴമ്പുറത്ത് നമുക്കൊരാളെ പരിചയപ്പെടാം. അയാളെ ഇതാണ് നമ്മുടെ വാവക്ക. എന്താണ് വിശേഷങ്ങളൊക്കെ വാക്ക? സുഖല്ലേ? പിന്നെ എത്ര കൊല്ലമായി ഇപ്പം നിങ്ങളെ കച്ചവടം ഇവിടെ? കുറേ കാലമായ? 36 കൊല്ലമാണ് നിങ്ങൾ കച്ചവടം ചെയ്തത്. അപ്പോൾ നമ്മൾ കച്ചവടമൊക്കെ എന്താണ് ഈ 36 കൊല്ലത്തിലടക്കമുള്ള വ്യത്യാസങ്ങൾ? അതെ, അതെന്താ കാരണം? നമ്മൾ അത് വലിയ വലിയ കടകളൊക്കെ വന്ന കാരണം. അപ്പോൾ മൂപ്പർ പറഞ്ഞ വലിയ കടകളൊക്കെ വന്നാൽ കച്ചവടം വളരെ കുറവാണ്. ഇതൊന്നുമല്ല, മൂപ്പരടുത്ത് എപ്പോഴും തിരക്കാണ്. ഞാനൊക്കെ ഇവിടെ നിന്ന് സാധനം വാങ്ങി എല്ലാവരും. ഇപ്പോൾ പിന്നെ അതല്ല, മൂപ്പരിപ്പോൾ സാധനം അത് കാരണം അധികം കൊടുന്ന് നിൽക്കുന്നില്ല. അപ്പോൾ ഈ വക സാധനങ്ങൾ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കട ഇങ്ങനെയാണ്, ഒരു അടുക്കും ചിട്ടയില്ലാണ്. അടുക്കും ചിട്ടയില്ലാത്തതിൻ്റെ കാരണങ്ങൾ വേറെ ഉണ്ട്. മൂപ്പർക്ക് 2 കാലിനും സ്വാധീനമില്ല. അപ്പോൾ അത് കാരണം ആണ് മൂപ്പർക്കൊരു വണ്ടി കുറേ മുന്നേ കൊടുത്തതാണ്. അതൊക്കെ ഒരുവിധം തരിപ്പണാവാനായിക്കുന്നത് കുറേ ആയി. 10 കൊല്ലമായി വണ്ടി കിട്ടിയിട്ട്, 13 കൊല്ലമായി വണ്ടി കിട്ടിയിട്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഒക്കെ റീടെസ്റ്റിൻ്റെ സമയമൊക്കെ അയക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ബാവക്കാൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മളെ ബാവക്കാൻ്റെ ഈ കട എന്ന് പറഞ്ഞത് എടപ്പാൾ പൊന്നാനി റോട്ടിൽ പുഴമ്പുറം ഭാഗത്താണ്, ചെറിയ പള്ളിയുടെ അടുത്താണ്. അപ്പോൾ ഇത് നമ്മളെ മൂപ്പര് കാണൽ തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മളെ നാട്ടുകാരനും കൂടിയാണ്. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുറേ മൂപ്പരെ വീട് ഗ്രാമത്തിലാണ്. മൂപ്പര് ഇവിടെ പുഴമ്പുറം ഇവിടെ ഈ ഭാഗത്ത് പള്ളിൻ്റെ അടുത്താണ് കട നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര മക്കളാണ് നിങ്ങൾക്ക്? 2 പെണ്ണൂരാണ്. പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ? പെൺകുട്ടികളെ കല്യാണമൊക്കെ കഴിഞ്ഞു. കാരണം മൂപ്പര് ഇതിന് കിട്ടിയ ഒരു തന്നെ, പിന്നെ മറ്റുള്ളവരൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ കല്യാണങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. ഇതിനൊരു മോനുണ്ട്. മോനിവിടെ നാടൻ പണിക്കൊക്കെ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഈ റോട്ടിന് വരിക എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും സാധനം വാങ്ങിയിട്ട് മൂപ്പരെ സഹായിക്കുക. അതൊക്കെയാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ വാവക്കാക്ക് എന്തെങ്കിലും പറയണ്ട? എന്തേലും അത് കിട്ടുകയാണെങ്കിൽ അത്രയും നന്നല്ലേ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ 2 ഇതിന് സ്വാധീനമില്ലാത്തത് വകവെക്കാണ്ട് മൂപ്പര് 36 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ കട നോക്കി നടത്തുന്ന ആളാണ്. പക്ഷേ മൂപ്പർക്ക് ഭയങ്കര കച്ചവടം, റീചാർജിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ റീചാർജൊന്നും ഇല്ലാതുണ്ടല്ലേ? അപ്പോൾ ഉണ്ടല്ലേ? ഓക്കെ റീചാർജൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഫുള്ള് റീചാർജൊക്കെ എല്ലാവരും ഇവിടുന്നാണ് ചെയ്തിരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ഗൂഗിൾ പേ ഉള്ള കാരണം എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞിട്ട് ഈ റൂട്ടിന് ആര് വരികയെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി മൂപ്പരൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങി സഹായിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ അമർത്തണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ എല്ലാവരും കാണണം. പിന്നെ പരമാവധി ഈ റൂട്ടിന് പോകുമ്പോൾ മുമ്പരകുന്ന സാധനമാണ്. എടപ്പാൾ പൊന്നാനി റോഡ് പുഴമ്പുറം ചെറിയ പള്ളിയുടെ അടുത്താണ് ഈ കട. റേഷൻ കട, അതിൻ്റെ അടുത്തൊരു റേഷൻ കടയും കൂടി ഉണ്ട്. റേഷൻ കട എടപ്പാളിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്, പിന്നെ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡാണ്. ഓക്കെ. ഇതാണ് നമ്മളെ ബാവക്ക കേട്ടോ. നമ്മൾ പരിചയമുള്ള ഒരാളാണ്. അതൊക്കെയാണ് പഴം ഒക്കെ മൂപ്പര് ഒറ്റയ്ക്ക് തന്നെ എല്ലാ സംഗതിയും ചെയ്യുന്ന ആൾ. ഷട്ടർ അടക്കാനൊക്കെ ആരെങ്കിലും ഒന്ന് സഹായിക്കും. ഷട്ടർ തുറക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഷട്ടർ തുറക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ഷട്ടർ പിന്നെ ഇടാനും ആരെങ്കിലുമൊക്കെ രാത്രി ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. സ്വറ പറയാനൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അവരാണ് മൂപ്പരെ സഹായിച്ചിട്ട് അങ്ങനെ ആക്കൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ബാവക്കാൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട്. ഓക്കെ. അപ്പോൾ ഈ റൂട്ടിന് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ ബാവക്കാനെ. ഓക്കെ. 36 വർഷമായി മൂപ്പരെ പ്രായം വകവെക്കാണ്ട്, മൂപ്പരെ കാലിൻ്റെ സ്വാധീനം വകവെക്കാണ്ട് മൂപ്പര് കച്ചവടത്തിൽ തന്നെ മുഴുകിയിരിക്കുന്ന ആളാണ്.
പക്ഷേ മൂപ്പർക്ക് ഇപ്പോൾ പല സ്ഥലത്തും കച്ചവടമുള്ള കാരണം വളരെ ഡള്ളാണ്. അപ്പോൾ അത് കാരണം സാധനം കൊണ്ടുവെക്കാനൊരു ഒരു ഉത്സാഹമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.